നമ്മളിന്ന് നോക്കുന്നത് ഇഗ്നോയിലെ MA സൈക്കോളജിയിലെ സെക്കൻഡ് ഇയറിലെ സൈക്കോപതോളജി എന്ന സബ്ജക്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇതൊരു 10 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബയോളജിക്കൽ കോസസ് ഓഫ് അബ്നോർമാലിറ്റി അല്ലെങ്കിൽ സൈക്കോപതോളജി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇഗ്നോയുടെ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ചില കീ ടേംസിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ആണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ ഈ ഇഗ്നോയുടെ ടെക്സ്റ്റിനകത്ത് ചില ഭാഗങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്, ചില ഭാഗങ്ങൾ ഒഴിവാക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുന്നത്. അപ്പം അതിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മളൊരു എക്സാമിനെ ബേസ് ചെയ്തിട്ടാണിത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബയോളജിക്കൽ കോസസ് ഓഫ് അബ്നോർമാലിറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഹെറൻ്റായിട്ട് കിട്ടുന്ന ജീൻസ്, അതല്ലേ നമ്മുടെ നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, ഇതിനകത്തൊക്കെ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് ആണ് ബിഹേവിയർ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ്. അപ്പം എന്താണ് നെർവസ് സിസ്റ്റം നോക്കാം. നെർവസ് സിസ്റ്റത്തെ പറ്റി ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ന്യൂറോൺസിൻ്റെ ഒരു നെറ്റ്വർക്കിനെയാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ബ്രെയിനിൽ നിന്ന് സെൻസറി ഓർഗൻസിലേക്കും സെൻസറി ഓർഗൻസിൽ നിന്ന് തിരിച്ച് ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. വളരെ സ്പീഡായിട്ടാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. കാരണം ഇത് ഇലക്ട്രോ കെമിക്കലായിട്ടാണ് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എൻഡോക്രൈൻ സിസ്റ്റം എന്താണ്? എൻഡോക്രൈൻ സിസ്റ്റം ഇതുപോലെ തന്നെ ഒരു മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു നമ്മുടെ ബോഡിയിലുള്ള ഒരു നെറ്റ്വർക്കാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതിനകത്ത് കുറേയധികം ഗ്ലാൻസുകളാണ് വരുന്നത്. ഈ ഗ്ലാൻസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഹോർമോൺസ് വഴിയാണ്. ഈ ഹോർമോൺ പാസ് ചെയ്യുന്നതായിട്ട് ബ്ലഡ് വഴിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ ഒരു സ്ലോ പ്രോസസ്സായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ലീപ്പ്, ഹങ്കർ, തേഴ്സ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൺട്രോൾ ചെയ്യുന്നത് ഈ എൻഡോക്രൈൻ സിസ്റ്റമാണ്. അപ്പോൾ ഇനി നമുക്ക് ഒന്നാമത് പറഞ്ഞിട്ടുള്ള ഈ ജെനറ്റിക്കലായിട്ടുള്ള ഫാക്ടേഴ്സിനകത്ത് വരുന്ന അബ്നോർമാലിറ്റീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ജെനറ്റിക്കൽ ഫാക്ടർ എങ്ങനെയാണ് ഒരാളുടെ മെൻ്റൽ ഡിസോർഡറിനെ നിർണ്ണയിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് ജെനറ്റിക് വൾണറബിലിറ്റിയാണ്. വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജെനറ്റിക്കലി അയാൾ എത്രത്തോളം ഒരു ഡിസോർഡർ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണ് 2 പേരൻസ്, സ്കിസോഫ്രീനിയ ആയിട്ടുള്ള 2 പേരൻസിൻ്റെ ചൈൽഡിന് സ്കിസോഫ്രീനിയ വരാനായിട്ടുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 40% എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയാം ഓക്കെ, അത്രത്തോളം അയാൾ വൾണറബിളാണ് ആ ഒരു ഡിസോർഡർ വരാൻ. പക്ഷേ ജനറ്റിക് ഫാക്ടർ മാത്രമായിട്ട് നമുക്ക് ഒരു മെൻ്റൽ ഡിസോർഡർ ഉണ്ടാവുമോ? ഇല്ല. ജനറ്റിക് ഫാക്ടറിനൊപ്പം തന്നെ അനുകൂലമായിട്ടുള്ള എൻവയറമെൻ്റൽ ഫാക്ടേഴ്സും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ആ ഡിസോർഡർ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇവിടെ അനുകൂലം എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസോർഡർ ഉണ്ടായി വരാൻ വേണ്ടിയുള്ള അനുകൂലത എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് ജനറ്റിക് ഫാക്ടേഴ്സ് മാത്രമായിട്ട് നമുക്ക് ഒരു ഡിസോർഡർ ഉണ്ടാവുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, അപ്പം ഈ ജനറ്റിക് ഫാക്ടറിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ജീനാണെന്ന് നമുക്കറിയാം. നമ്മുടെ പേരൻസിൻ്റെ ട്രെയ്റ്റുകൾ നമ്മളിലേക്ക് കിട്ടുന്നത് ജീൻസ് വഴിയാണ്. ഈ ജീനാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ക്രോമസോമിനകത്താണ് ഉണ്ടാവുന്നത്. അപ്പം ഈ ജീനും എൻവയോൺമെൻറ്റും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഒരു മെൻ്റൽ ഡിസോർഡറിനെ നിർണ്ണയിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള സ്റ്റഡി ചെയ്യുന്നൊരു ശാഖയെപ്പറ്റി നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബിഹേവിയർ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിഹേവിയർ ജെനറ്റിക്സിനകത്ത് നമുക്ക് 2 രീതി കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഒന്ന് ജീനോടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരാളുടെ ജെനറ്റിക്കലായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ, അതായത് ജെനറ്റിക്കലായിട്ടുള്ള മേക്കപ്പിനെയാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ഈ ജീനോടൈപ്പും എൻവയറമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുണ്ടാകുന്നതാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും പല ടെസ്റ്റുകളിലും മെഷർ ചെയ്യുന്ന ഈ ഫീനോടൈപ്പുകളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇൻ്റലിജൻസ് ഒരു ഫീനോടൈപ്പാണ്. അതായത് ജനറ്റിക്കും എൻവയറമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് നമുക്കൊരാൾക്ക് ഇൻ്റലിജൻസ് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞു വന്നിട്ട് ചുരുക്കി ഇത്രേ ഉള്ളൂ. നമ്മുടെ ഒരാളുടെ ഒരു ട്രേറ്റ് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ, അയാളുടെ ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്നതിനകത്ത് ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ജനറ്റിക് ഫാക്ടേഴ്സ് മാത്രമല്ല, ഒപ്പം എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കാര്യം വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം
ഇതിനകത്ത് നമ്മുടെ ഈ ജനറ്റിക് ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിനെ പറ്റി പഠിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പഠിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അഡോപ്റ്റഡ് ചൈൽഡിനെ വെച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇവിടെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പേരൻസിൻ്റെ ചൈൽഡിനെ വെച്ചിട്ട് ഒരു ഉദാഹരണം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഉദാഹരണം എങ്ങനെയാണ്? ഒന്നാമത്തെ കേസിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പേരൻസിൻ്റെ ചൈൽഡിനെ ഒരു അൺഹെൽത്തി ഫാമിലിയിലേക്കാണ് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ രണ്ടാമത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പേരൻസിൻ്റെ ചൈൽഡിനെ ഒരു ഹെൽത്തി ഫാമിലിയിലേക്കും അഡോപ്റ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇല്ലാത്ത പേരൻസിൻ്റെ ചൈൽഡിനെ ഒരു അൺഹെൽത്തി ഫാമിലിയിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 കേസുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പേരൻസിൻ്റെ ചൈൽഡിനെ അൺഹെൽത്തി ആയിട്ടുള്ള ഫാമിലിയിലേക്ക് അഡോപ്റ്റ് ചെയ്ത കേസിലാണ് കൂടുതലായിട്ടും ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ കുട്ടികൾക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയെന്ന് കണ്ടത്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ജെനറ്റിക്സ്, ഇതിനകത്ത് നമ്മുടെ ജെനറ്റിക്സും എൻവയൺമെൻറ്റും ഒരാളുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഡിസോർഡറിനെ നിർണ്ണയിക്കുന്നതിനായിട്ട് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത കാര്യമാണ് ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റം. ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്തുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ ചില സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നതിന് കാരണമാകുന്നു. ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോതലാമസും ഇതൊക്കെ അടങ്ങിയിട്ടുള്ള, അതായത് എൻഡോക്രൈൻ സിസ്റ്റവും ന്യൂറോൺ സിസ്റ്റവും കൂടെ അടങ്ങിയിരിക്കുന്ന ഒരു സിസ്റ്റത്തെ നമ്മളാണ് ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മുടെ ചില മെറ്റാബോളിസംസ് അല്ലെങ്കിൽ ഹോമോസ്റ്റാറ്റിസ് ഒക്കെ നിലനിർത്താൻ വേണ്ടിയാണ് അത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതിനകത്തുള്ള ഫങ്ഷൻസൊക്കെ പറയുന്നുണ്ട്. ഈറ്റിങ്, ഡ്രിങ്കിങ്, ബിഹേവിയർ, എനർജി, പിന്നെ ബ്ലഡ് പ്രഷർ, ഇതൊക്കെ നിർണ്ണയിക്കുന്നതിന് ഈ ഒരു ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇത് പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് സ്ട്രെസ് റെസ്പോൺസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹോർമോണൽ ഇൻബാലൻസ്, ഈ ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടാകുന്നു. ബ്രെയിൻ ഫങ്ഷനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു. നമുക്കിത് നമ്മുടെ പുസ്തകത്തിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന സ്ട്രെസ് റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നമുക്ക് ഒരു HPA ആക്സിസ് എന്ന് പറയുന്ന ഒരു ആക്സിസ് ഉണ്ട്. അതായത് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ് ആണ് HPA ആക്സിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതായത് നമ്മുടെ ഒരു ബ്രെയിൻ്റെ ഒരു പാർട്ടാണ്. നമ്മുടെ ബോഡിയുടെ ബാലൻസ് ഒക്കെ നിലനിർത്തുന്നത് ഈ ഹൈപ്പോതലാമസ് ആണ്. പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ അത് ഹോർമോൺസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പിന്നെ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയുടെ മുകളിലായിട്ടിരിക്കുന്ന ഒരു ഗ്ലാൻഡാണ് അഡ്രിനൽ ഗ്ലാൻഡ്. അപ്പോൾ ഇത് ചില ഹോർമോൺസുകൾ റിലീസ് ചെയ്തും അതാണ് സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ സ്ട്രെസ്സിനകത്ത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നമുക്ക് ഹൈപ്പോതലാമസ്, ഇപ്പോൾ നമ്മളൊരു ഫിയർഫുള്ളായിട്ടുള്ള സിറ്റുവേഷനെ അഭിമുഖീകരിക്കുക ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യും? ഒരു കോർട്ടിക്കോട്രോപ്പിൻ റിലീസ് ചെയ്യും. കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ നമ്മുടെ ഹൈപ്പോതലാമസ് റിലീസ് ചെയ്യും. ഈ കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്ത് ചെയ്യും? നേരെ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൊണ്ട് അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ റിലീസ് ചെയ്യിപ്പിക്കും. ഓക്കെ, അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യും. ആ അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോണ് ബ്ലഡ് വഴി നേരെ അഡ്രിനൽ ഗ്ലാൻഡിലേക്ക് ചെല്ലും. ഈ അഡ്രിനൽ ഗ്ലാൻഡിലേക്ക് ചെന്നിട്ട് കോർട്ടിസോൾ റിലീസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ആങ്സൈറ്റീനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ ഒരു ആങ്സൈറ്റിക്കകത്ത് അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സിനകത്ത് ഈ ഒരു കാര്യം, ഈ HPA ആക്സിസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ചില ഡാമേജുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ചില സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നതിന് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഇനിയിപ്പോൾ നമ്മൾ ഏർലി സ്റ്റേജസിലൊക്കെ കുഞ്ഞ് ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഈ സിവിയറായിട്ടുള്ള സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നത് ലേറ്റർ ലൈഫിൽ ഈ സ്കിസോഫ്രീനിയ പോലുള്ള ഡിസോർഡറുകൾ ഉണ്ടായി വരുന്നതിന് കാരണമാകും. കാരണം ഇത് ഈ ഒരു ആക്സിസിനകത്ത് ചില ഡാമേജുകൾ സംഭവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നതിന് കാരണമാകുന്നത്. അപ്പം ഈ ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബിഹേവിയറിനകത്ത്
അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടായി വരുന്നതിനകത്ത് അതിനെ നിർണ്ണയിക്കുന്നതിനകത്ത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന കാര്യമാണ്. ഇനി അടുത്ത ഫാക്ടറാണ് ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീവിയേഷൻ ഫ്രം ദി നോർമൽ സ്ട്രക്ചർ ഓഫ് ഫങ്ഷൻ ഓഫ് എനി ബോഡി പാർട്സ് ഓർ ഓർഗൻ. അതായത് നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും പാർട്സിനോ ഓർഗൻസിനോ അതിൻ്റെ ഫങ്ഷനിലോ സ്ട്രക്ചറിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇത് രണ്ട് രീതിയിലുണ്ടാകും. ഒന്ന് ഒരു കുഞ്ഞുണ്ടാകുന്ന സമയം തന്നെ ഈ ഒരു ഹാൻഡിക്യാപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് എൻവയോൺമെൻറ്റിൽ നിന്ന് തന്നെ ഈ ഒരു സാധനം ലഭിക്കാം. ഇപ്പോൾ നമ്മുടെ പുസ്തകത്തിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹാൻഡിക്യാപ്പാണ് ലോ ബർത്ത് വെയ്റ്റ് എന്ന് പറയുന്നത്. ലോ ബർത്ത് വെയ്റ്റ് എന്ന് പറയുന്നത് പല റീസൺസ് ഉണ്ടാകും. ഇപ്പം ആൽക്കഹോളിക്കായിട്ടുള്ള പേരൻസിന് ഉണ്ടാകുന്ന കുട്ടി ലോ ബർത്ത് വെയ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ ലോ ബർത്ത് വെയ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് അങ്ങനെയുള്ള കുട്ടികൾക്ക്. അപ്പോൾ ഈ കുട്ടികൾക്ക് പലതരത്തിലുള്ള അബ്നോർമാലിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ടുള്ള സാധ്യത എന്നുള്ളൂ. ഇപ്പോൾ ലോ ബർത്ത് വെയ്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ അതൊരു പ്രീമെച്ചുറായിട്ടായിരിക്കും കൂടുതൽ കേസുകളിലും ജനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഡെവലപ്മെൻറ്റ് ഡിലേസ് ഉണ്ടാവും. അതായത് മൈൽ സ്റ്റോൺ ഡെവലപ്മെൻ്റ് ഉള്ള കുട്ടികളുടെ ആ മൈൽ സ്റ്റോൺ ഡെവലപ്മെൻറ്റുകൾ പലതും പ്രോപ്പറായിട്ടുള്ള സമയത്തല്ല നടക്കുക. അത് എന്ത് ചെയ്യും, കുട്ടിയുടെ വളർച്ചേനെ, ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ, അയാളുടെ ബിഹേവിയർ മോഡിഫിക്കേഷനെ, സോഷ്യലൈസേഷനെ ഒക്കെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും അത് പല പ്രശ്നങ്ങളുണ്ടാക്കുന്നതിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് എന്താണ് ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത പോയിൻ്റാണ് ഏർലി ഫിസിക്കൽ ഡിപ്രൈവേഷൻ. ഏർലി ഫിസിക്കൽ ഡിപ്രൈവേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ലാക്ക് ഓഫ് നെസസറി ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ കെയർ ഡ്യൂറിങ് ഏർലി സ്റ്റേജസ് ഓഫ് എ ചൈൽഡ് ഡെവലപ്മെൻറ്റ്. അതായത് ഒരു ചൈൽഡിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് ചില കാര്യങ്ങളിൽ അയാൾക്ക് ഒരു കുറവ് വരിക, ഡിപ്രൈവേഷൻ വരിക. അപ്പോൾ അങ്ങനെ ആ ഡിപ്രൈവേഷൻ വരുന്നത് ആ കുട്ടിയുടെ വളർച്ചയെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്ന കേസാണ്. ചിലപ്പോൾ അത് ബേസിക് നീഡ്സിനകത്തുണ്ടാവുന്ന ഡിപ്രൈവേഷൻ ആവാം. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിനാവാം, അല്ലെങ്കിൽ ഇമോഷണൽ കെയറിൻ്റെ കാര്യത്തിലാവാം, വേണ്ട രീതിയിലുള്ള സ്റ്റിമുലേഷൻ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം അത് കുട്ടീനെ പല രീതിയിലും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫുഡിൻ്റെ കേസിലൊക്കെ നമുക്ക് പ്രധാനമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. കാരണം ഫുഡ് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുട്ടിക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇൻ്റലിജൻസിനടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നതിനകത്ത് കാരണമാകുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ഇമോഷണലായിട്ടുള്ള കെയർ കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ നമുക്കറിയാം ഒരു കുട്ടിയുടെ ഇമോഷണൽ ബോണ്ട് ഉണ്ടായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ജനിച്ച് മുതൽ ഒരു 3 വയസ്സ് 4 വയസ്സുള്ള സമയത്താണ് ഈ ഒരു കാര്യം കിട്ടുന്നത്. ഇതിപ്പോൾ ആ ഒരു സമയത്ത് ലഭിക്കുന്നില്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് പിന്നീട് ഇമോഷണൽ ബോണ്ട്സ് മറ്റു പലരുമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനകത്ത് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും നേരിടുന്നത്. അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഫീലിംഗ് ആ കുട്ടിക്ക് ആരോടും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ആ അറ്റാച്ച്മെൻറ്റ്, ഇമോഷണൽ കെയർ, സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി അടുത്ത കേസാണ് സ്റ്റിമുലേഷൻ ഓഫ് ആക്ടിവിറ്റി. അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ജനറ്റിക്കലായിട്ട് എത്രത്തോളം വലിയ ഇൻ്റലിജൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടിയും അയാളുടെ സിറ്റുവേഷൻ, എൻവയോൺമെൻറ്റ് അത്ര സ്റ്റിമുലേറ്റിംഗ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആ ഒരു ജനറ്റിക്കൽ ആയിട്ടുള്ള സാധ്യതകളൊന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റിമുലേഷൻ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് നല്ല എൻറിച്ച് ആയിട്ടുള്ള ഒരു കെയറിങ്ങും അല്ലെങ്കിൽ എൻറിച്ച് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റുമാണ് കിട്ടുന്നതെങ്കിൽ ആ കുട്ടിയുടെ കപ്പാസിറ്റീസ്, എബിലിറ്റീസൊക്കെ ആ നിലയിൽ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും പോയിൻറ്റുകളാണ് നമുക്ക് ഈ ബയോളജിക്കലായിട്ടുള്ള കോസസ് ഓഫ് അബ്നോർമാലിറ്റീസ് അതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിൻറ്റുകളൊക്കെ തന്നെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ ഇഗ്നോയുടെ എക്സാമിനകത്ത് നമുക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നമുക്ക് എഴുതാൻ വേണ്ടിയുള്ള മിനിറ്റ് എന്ന് പറയുന്നത് 24 മിനിറ്റാണ്. കാരണം എക്സാം 2 മണിക്കൂറാണ്. 2 മണിക്കൂറുള്ള എക്സാമിനകത്ത് 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതണമെങ്കിൽ 24 മിനിറ്റേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അതും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ എഴുതണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.